എപ്പോൾ എവിടെ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറി സംഭവിക്കാം. ഇതാണ് പാകിസ്ഥാനിലെ നിലവിലെ സാഹചര്യം. എവിടെ വേണമെങ്കിലും സ്ഫോടനങ്ങൾ നടന്നേക്കാമെന്ന രൂക്ഷമായ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏറ്റവും മാരകമായ ഭീകരാക്രമണങ്ങൾക്കാണ് 2025 പാകിസ്ഥാൻ സാക്ഷിയായത്. അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ 3967 പേരാണ് വിവിധ ഭീകര ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടലിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം 2015 ശേഷമുള്ള ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. 2025 ഡിസംബർ 27 വരെയുള്ള കണക്കനുസരിച്ച് ബോംബ് സ്ഫോടനങ്ങളും വെടിവയ്പ്പുകളും ഉൾപ്പെടെ 1070 ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചത്. പാകിസ്ഥാനിലെ സ്ഥിതി ഇത്രയും രൂക്ഷമാകാൻ കാരണമെന്താണ്? എങ്ങനെയാണ് ആ രാജ്യം അശാന്തമായി തന്നെ ഇപ്പോഴും തുടരുന്നത്? നമുക്ക് പരിശോധിക്കാം. പാകിസ്ഥാനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ ഭൂരിഭാഗത്തിനും പിന്നിൽ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് ഇവർ ആക്രമണങ്ങൾ നടത്തുന്നതെന്നാണ് പാകിസ്ഥാൻ പ്രധാനമായും ആരോപിക്കുന്നത്. TTP ഭീകരർക്ക് അഫ്ഗാൻ താലിബാൻ അഭയം നൽകുന്നുവെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങൾ അഫ്ഗാൻ ഭരണകൂടം നിഷേധിക്കുന്നുമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US സൈന്യം പിൻവാങ്ങിയപ്പോൾ ഉപേക്ഷിച്ചു പോയ ഡ്രോണുകൾ, അത്യാധുനിക സ്നൈപ്പർ റൈഫിളുകൾ, നൈറ്റ് വിഷൻ ഗ്ലാസുകൾ തുടങ്ങിയ ആയുധങ്ങൾ ഇപ്പോൾ TTP ഭീകരർ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ കാര്യവും. ഏകദേശം 8500 TTP ഭീകരരാണ് പാക് അഫ്ഗാൻ അതിർത്തിയിൽ സജീവമായിട്ടുള്ളത്. വലിയൊരു സുരക്ഷാ വെല്ലുവിളിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. TTPക്കെതിരെ സൈനിക നടപടികൾ പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ടെങ്കിലും ഭീകരവാദ ഭീഷണി ഒഴിവാക്കാൻ അത് മതിയാകുന്നില്ല എന്നതാണ് പ്രധാന വസ്തുത. ഇതിനു പുറമെ അഫ്ഗാനിസ്ഥാനുമായി ഉണ്ടായിരുന്ന ബന്ധം ശത്രുതയിലേക്ക് മാറിയത് പാകിസ്ഥാനെ കാര്യമായി തന്നെ തളർത്തിയിട്ടുമുണ്ട്. ഭീകരാക്രമണങ്ങളും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം മോശമായതും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയാണ് തകിടം മറിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റുമതി മുൻ വർഷത്തെ $115 മില്യൺ നിന്ന് വെറും $9.54 മില്യൺ കുറഞ്ഞിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിനായി തുർക്കിയും ഖത്തറുമൊക്കെ 2025 നവംബറിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് ശ്രമിച്ചെങ്കിലും ആഴ്ചകൾക്കുള്ളിൽ അവ പരാജയപ്പെടുകയാണുണ്ടായത്. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തിയിൽ നിന്നുള്ള ഭീഷണിക്ക് പുറമെ ബലൂച്ച് വിഘടനവാദികൾ നടത്തുന്ന ആക്രമണങ്ങളും പാകിസ്ഥാന്റെ സ്വൈര്യം കെടുത്തുകയാണ്. ആഭ്യന്തര സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്നതിനൊപ്പം ആഗോള ഭീകരവാദ സൂചികയിൽ ഭീകരവാദം ഏറ്റവും കൂടുതൽ ബാധിച്ച 2ാമത്തെ രാജ്യമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയുമാണ്. നിരവധി പ്രതിസന്ധികളാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നതും. സാമ്പത്തിക സ്ഥിതി മോശമായതോടെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് വിദഗ്ധരായ പ്രൊഫഷണലുകൾ രാജ്യം വിട്ടതായാണ് റിപ്പോർട്ട്. ഗുരുതരാവസ്ഥയിലായ സാമ്പത്തിക സ്ഥിതിക്ക് പുറമെ രാഷ്ട്രീയ അസ്ഥിരതയും ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. സർക്കാർ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നതും. ഇതനുസരിച്ച് 5000 ഡോക്ടർമാർ, 11000 എഞ്ചിനീയർമാർ, 13000 അക്കൗണ്ടന്റുകൾ എന്നിവർ രാജ്യം വിട്ടിട്ടുണ്ട്. ലോകബാങ്ക് സഹിതം പാകിസ്ഥാനെ ഈ അവസരത്തിൽ സഹായിക്കുന്നുമുണ്ട്. ഈ തലവേദനയ്ക്കിടയിലും പാകിസ്ഥാന് വലിയൊരു സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് TTP. 2026 അതായത് ഈ വർഷം സ്വന്തമായി വ്യോമസേന രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം TTPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പാക് സർക്കാരിനെതിരായ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ സൈനിക വിഭാഗത്തിന്റെ രൂപീകരണം കൊണ്ട് TTP ലക്ഷ്യമിടുന്നത് എന്നാണ് പ്രധാന നിരീക്ഷണം. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിലാണ് TTP ഏറെ സ്വാധീനം ചെലുത്തുന്നത്. നിലവിൽ പ്രവിശ്യയിൽ പാക് സർക്കാരിന് നിയന്ത്രണം കുറവാണ്. പ്രവിശ്യയിലെ പല മേഖലകളിലും TTP സമാന്തര സർക്കാരിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് പാക്കിനെ ഭയത്തിലാക്കുന്നത്. അസ്ഥിരമായ പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം ദുരിതത്തിലാക്കുന്നത് സാധാരണ ജനങ്ങളെയാണ് എന്നതാണ് വിസ്മരിക്കാൻ സാധിക്കാത്ത വസ്തുത.